നിങ്ങളുടെയൊക്കെ വോട്ടുകള് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ഷൗക്കത്താക്കയുടെ കൈപ്പത്തി അടയാളത്തിൽ വീണ് കഴിഞ്ഞ വോട്ടാണ്. ഇനി നിങ്ങളോട് വോട്ട് ചോദിക്കാനല്ല ഞങ്ങൾ ആരും വന്നിരിക്കുന്നത്. ഇപ്പൊ മഹേഷ് ചേട്ടനാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന കരുനാഗപ്പള്ളി MLA ആണ്, അദ്ദേഹം ഒക്കെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വോട്ട് തെരഞ്ഞെടുപ്പ് പെട്ടിയിലാണ്. അത് ചോദിക്കുന്നതിനല്ല, നിങ്ങൾ വിചാരിച്ചാൽ കിട്ടുന്ന കുറച്ച് വോട്ടുണ്ട്, അത് ചോദിച്ച് മേടിക്കണം എന്ന് പറയുന്നതിനാണ് വന്നത്. നമ്മുടെ അമ്മായിയുടെ മകളിനെ കല്യാണം കഴിച്ചു കൊടുത്തവർക്ക് വഴിക്കടവായിരിക്കും അല്ലേ? നമ്മുടെ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് കെട്ടി വന്നിരിക്കുന്നത് എവിടെ നിന്നായിരിക്കും? നിലമ്പൂരിൽ നിന്നായിരിക്കും. നമ്മുടെ അമ്മാവന്റെ വീട് കരുളായി ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഫോണിൽ നമ്മുടെ കയ്യിൽ നമ്പറുണ്ട്. ആ ഫോൺ എടുത്ത് വിളിച്ച് നമ്മുടെ കൂടെ പഠിച്ചവര്, നമ്മുടെ കുടുംബാംഗങ്ങള്, പരിചയമുള്ള സുഹൃത്തുക്കൾ, അവരോടൊക്കെ വോട്ട് വാങ്ങി അമരമ്പലത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുന്ന ബൂത്ത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഈ ബൂത്താക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ പരിശ്രമം ഉണ്ടാകണം എന്ന് പറയുന്നതിനാണ് വന്നത്. നമ്മളെല്ലാം ജീവിക്കുന്ന ഈ രാജ്യം ഈ രാജ്യം മതേതരത്വ രാജ്യമാണ് അല്ലേ? നമ്മളെല്ലാ മതവിശ്വാസികളും ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ് പെരുന്നാളും ക്രിസ്മസും ഒക്കെ അല്ലേ? എന്റെ വീടിന്റെ അടുത്ത് ആയിഷാത്തയുടെ വീട്ടിൽ പെരുന്നാളിന് ബിരിയാണി ചെമ്പ് പൊട്ടിച്ചാൽ ആദ്യത്തെ പാത്രത്തിലെ ബിരിയാണി കൊണ്ടുതരുന്നത് ഞങ്ങളുടെ വീട്ടിലാ. ഓണത്തിന് പായസം ഉണ്ടാക്കിയാൽ അമ്മ ആദ്യം കൊടുക്കുന്നത് ആയിഷാത്തയുടെ വീട്ടിലാ. അങ്ങനെ പല നിറങ്ങളിൽ പല മതങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ ഈ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ആയിരിക്കും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചോദിക്കുന്നത്. പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ, അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ, അരുമ പൂങ്കാവ്. ഒരു മരത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ വിവിധ ഭാഷകളിൽ ഒഴിഞ്ഞു വാഴുന്നു, ജനം ഒഴിഞ്ഞു വാഴുന്നു അല്ലേ? ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ജീവിക്കുന്ന ഈ മലപ്പുറത്ത് ഈ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് കൂടെ കുറെ ആളുകൾ വരുന്നുണ്ട്. വർഗീയതയുടെ പേര് പറഞ്ഞു അല്ലേ? അവരോട് നമുക്ക് പറയുവാൻ സാധിക്കണം, ഇത് മതേതരത്വത്തിന്റെ മണ്ണാണ്, ഇവിടെ മതേതരത്വത്തിനുള്ള വോട്ടാണ്. അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ കൈപ്പത്തി അടയാളത്തിലാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ ചോദിച്ചു മേടിക്കണം. വീടുകളിൽ ചെല്ലുമ്പോൾ അമ്മമാരുടെ കൈപിടിച്ച് വോട്ട് മേടിക്കാൻ പറ്റുന്നത് നമുക്കാണ്. ഈ വേദിയിൽ ഇരിക്കുന്ന ചെയർമാൻ, എവിടെ ചെയർമാൻ? പേര് കുഞ്ഞാൻകായ്ക്ക് വീട്ടിന്റെ ഉമ്മർത്ത് വരെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് എവിടെ പോകാം? വീട്ടിനകത്ത് അടുക്കളയിൽ ചെന്ന് കട്ടൻ ചായ പിടിച്ച് കൈ പിടിച്ച് നമുക്ക് വോട്ട് ചോദിക്കുവാൻ സാധിക്കും. ആ വോട്ട് ചോദിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുക്കുവാൻ നിങ്ങളുടെ ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം. ആർക്ക് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുന്നത്? ഷൗക്കത്താക്കയ്ക്ക്. നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഷൗക്കത്താക്കയുടെ അടുത്തേക്ക് ആമിനത്താത്ത 60 വയസ്സായ ആമിനത്താത്തയും ആമിനുമ്മയും ആയിഷാത്തയും ചീരുവെടുത്തിയും കൂടി വന്നു പറഞ്ഞു, എന്റെ ബാപ്പുട്ടി, ഞങ്ങൾക്ക് ആ ചന്തക്കുന്ന് വഴിക്കടവിലേക്ക് മകളെ കെട്ടിച്ചോടത്തേക്ക് പോകാൻ ബസ്സിന്റെ ബോർഡൊന്ന് വായിക്കണം. പണ്ടിലൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല, 4ാം തരമെങ്കിലും ഒന്ന് പാസ്സായി കിട്ടിയാൽ ഞങ്ങൾക്ക് ആ ബോർഡൊക്കെ ഒന്ന് വായിക്കായിരുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടിയൊക്കെ പഞ്ചായത്തിന് തീരുമാനമെടുത്തു. 60, 61, 62, 70, 80 വയസ്സായ ആയിഷാത്തയും കൃഷ്ണേട്ടനും ആമിനുമ്മയും ചിരിതേർത്തി എല്ലാം 4ാം തരം തുല്യത പരീക്ഷയ്ക്ക് പഠിക്കാൻ മൂസാക്കാന്റെ വീട്ടിന്റെ ഉമ്മറത്തെ കസേരയിട്ട് അടുത്ത മദ്രസയിലെ ക്ലാസ് റൂമിൽ ഇരുന്ന് ക്ലബുകളിൽ ഇരുന്നു കൊണ്ട് 4ാം തരം പരീക്ഷ പഠിക്കുന്നോണ്ടിരിക്കുമ്പോൾ ആമിനുമ്മ പറഞ്ഞു, എനിക്ക് കോഴിക്കോട് കടപ്പുറത്തൊന്ന് പോകണം, കടലിലൊന്ന് ഇറങ്ങണം, പോണ വഴിക്ക് എയർപോർട്ടും കൂടി ഒന്ന് കാണണം, വിമാനം ഇറങ്ങുന്നതും കയറുന്നതും. കൊണ്ടുപോയി ജ്യോതിർഗമയ പദ്ധതി നടപ്പിലാക്കി ഇന്ത്യയിൽ സാക്ഷരതാ ഗ്രാമമായി പ്രഖ്യാപിച്ച ആദ്യത്തെ ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ അത് നിലമ്പൂർ ഗ്രാമമാക്കി മാറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് ആര്യാടൻ ഷൗക്കത്ത്. പട്ടികവർഗ പട്ടികജാതി ഊരിലെ അമ്മമാര് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് പുസ്തകവും ബാഗുമില്ല, അവർക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റണം, പഠിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ല, രാവിലെ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം, എല്ലാവരും ഒരുമിച്ച് ഒപ്പത്തിനൊപ്പം നടക്കണം. ആ കുഞ്ഞുങ്ങൾക്ക് നോട്ട് പുസ്തകം കൊടുത്ത് ആ
ഉണ്ടാക്കി ഡിഗ്രിയും PGയും കഴിഞ്ഞ കുട്ടികളെ വിളിച്ചു ചേർത്തി ടീച്ചറെ പോലെ നിലനിർത്തി കൊടുത്ത് സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ പാട്ടിലൂടെയും കളികളിലൂടെയും കഥ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുവാൻ മുന്നോട്ട് നിന്ന് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പദ്ധതി ഒപ്പത്തിനൊപ്പം പദ്ധതി ഉണ്ടാക്കി അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏതെന്ന് ചോദിച്ചാൽ ആര്യാടൻ ഷൗക്കത്താക്കാം. ചന്തക്കുന്നിലെ ഷാഹിന അനിയത്തിമാരുടെ 3 അനുജത്തിമാരുടെ കൈപിടിച്ച് മാനവേദൻ സ്കൂളിലേക്ക് പോയ മിടുക്കിയായ ഷാഹിന 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച സന്തോഷം തിരിച്ചു വരുമ്പോൾ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരി കൊടുത്ത മയിൽപ്പീലി നോട്ട് പുസ്തകത്തിനുള്ളിൽ മടക്കി വെച്ച് നടന്നു വരുമ്പോൾ വഴിയിൽ വീണ് കിടക്കുന്ന കുപ്പിവളകളുടെ പൊട്ടുകൾ പെറുക്കിയെടുത്ത് ഷാഹിന അനിയത്തിമാരുടെ കൈപിടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വാപ്പയില്ലാത്ത ഷാഹിനയുടെ ഉമ്മ പറഞ്ഞു, മോളെ നിന്റെ കല്യാണം ഉറപ്പിച്ചു. ഷാഹിന വാവിട്ട് കരഞ്ഞു, പഠിക്കണം, എനിക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതണം. പക്ഷെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ നിന്ന് ഉമ്മയ്ക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. മകളെ കെട്ടിച്ചയച്ചു മൈസൂരിലേക്ക്. 2.5 വർഷം കഴിയുമ്പോൾ 2 കൈക്കുഞ്ഞുങ്ങളെയും എടുത്ത് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് നിലമ്പൂരിൽ വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായ ബാപ്പുട്ടിക്കായോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു 10ാം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല, എന്റെ കുട്ടികളെ എനിക്ക് പഠിപ്പിക്കണം. അങ്ങനെ നഗരസഭയുടെ ആദ്യത്തെ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്ത അടുത്ത ദിവസം തന്നെ എല്ലാവർക്കും 10ാം ക്ലാസ് എഴുതുവാൻ പദ്ധതി ഉണ്ടാക്കിയ നഗരസഭ ഏതെന്ന് ചോദിച്ചാൽ നിലമ്പൂർ നഗരസഭയായിരുന്നു. അതിന്റെ ചെയർമാൻ ആര്യാടൻ ഷൗക്കത്തായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ നാട്ടിൽ നിലമ്പൂരിൽ കുഞ്ഞാക്ക കാട് വെട്ടിത്തെളിച്ച് റോഡുകൾ ഉണ്ടാക്കി, റോഡ് ടാറിട്ട് അമരമ്പലത്തിന് കരുളായിലേക്കും കരുളായിയെ ചന്തക്കുന്നിലേക്കും ചന്തക്കുന്ന് വഴിക്കടവിലേക്കും എന്തിനേറെ പറയുന്നു. അവസാന കാലഘട്ടത്തിൽ MLA ആയിരുന്ന ഘട്ടങ്ങളിൽ ചാലിയാറിലൂടെ കോഴിക്കോടിനെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ നിർമ്മിച്ച് ഗവൺമെന്റ് കോളേജുകളും സ്കൂളുകളും കൊടുത്ത ആര്യാടൻ കുഞ്ഞാക്ക തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ 9 വർഷക്കാലം പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ മണ്ഡലത്തിലേക്ക് ഒരു വികസനവും കിട്ടാതെ പോയത് തിരികെ കൊണ്ടുവരാൻ ആര്യാടൻ ഷൗക്കത്ത് കൈപ്പത്തി അടയാളത്തിൽ വിജയിച്ചേ തീരൂ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജസ്വരമായി നേതൃത്വം കൊടുക്കുവാൻ എന്റെ വാക്കുകൾ കേട്ട അമ്മമാരുടെയും ഉമ്മമാരുടെയും ഒക്കെ പ്രാർത്ഥന കൂടെയുണ്ടാകണം. സമയം അവസാനിക്കാനായി മഹേഷ് MLA കൂടി നിങ്ങളോട് സംസാരിക്കും. മഞ്ജു വാര്യരേക്കാൾ സുന്ദരിയായ എന്നെ നിങ്ങൾ കണ്ടോണ്ടിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപ്പാതീനേഴിൻ ലങ്കി മാറിയും നോളെ 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 കരകപ്പെണ്ണാണേ കതിരാടുമിഴിയാണേ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻ പോലെ പറിച്ചാട്ടെ തക തക താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ. ഇനി നമ്മൾ കണ്ടുമുട്ടുക ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമ്പർ 1 പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന, നമ്പർ 1 നഗരസഭയുടെ ചെയർമാൻ ആയിരുന്ന ആര്യാടൻ ഷൗക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമ്പോൾ കുഞ്ഞാൻകാന്റെ പോക്കറ്റില് ഇഷ്ടം പോലെ പൈസയുണ്ട്. ആ പൈസ കൊണ്ട് നമ്മളൊരു ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് ഇവിടെ കൊടുക്കുന്ന സ്വീകരണത്തിൽ നമുക്ക് കണ്ടുമുട്ടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. വരാൻ പോകുന്ന നാളുകളിൽ നിലമ്പൂരിനെ നയിക്കുവാൻ, വികസന വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ വഴിയിൽ നിന്ന് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ലോട്ടറി ടിക്കറ്റിന് പുറത്തുപോലും അപേക്ഷ എഴുതി കൊടുത്ത് ആ ട്രാഫിക്കിൽ നിന്നുകൊണ്ട് കൈകാണിക്കാൻ പറ്റിയിരുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ നേതാവായി അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായപ്പോഴും ചെയർമാനായപ്പോഴും നടപ്പിലാക്കിയ വികസന പദ്ധതികൾ നമ്മുടെ എല്ലാ മണ്ഡലത്തിലേക്കും എല്ലാ പഞ്ചായത്തിലേക്കും നടപ്പിലാക്കുന്നതിന് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കട്ടെ
അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.